നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ എ ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. വമ്പന്മാർ പുറത്തേക്ക്. ഗ്രൂപ്പ് എയിൽ അർജന്റീന മുന്നോട്ട് പോയി. പക്ഷെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു വമ്പൻ ടീമായ മുൻ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിനു മുമ്പ് USA കോപ്പ അമേരിക്ക നടന്ന 2016 കോപ്പ അമേരിക്ക സെന്റനാരിയോയിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയ ആ ടീം ചിലി ഇതാ കോപ്പ അമേരിക്കയിൽ നിന്ന് ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായിരിക്കുന്നു. ഇന്ന് കാനഡയ്ക്കെതിരെ അവർക്ക് മത്സരമുണ്ടായിരുന്നു. മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. ബട്ട് ഗോൾ രഹിത സമനിലയിലാണ് കളി അവസാനിച്ചത്. 27ാമത്തെ മിനിറ്റിൽ സൗസോക്ക് റെഡ് കാർഡ് കിട്ടിയത് ചിലിക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മത്സരത്തില് അവർക്ക് വിജയിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഒറ്റ പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ പറ്റിയത്. ചുരുക്കത്തിൽ 3 കളി കഴിയുമ്പോൾ 2 സമനിലകൾ, ഒറ്റ വിജയവുമില്ല. 2 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടു. എന്നാൽ ഈ കളി സമനിലയാക്കിയതോടുകൂടി 3 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് കാനഡ 2ാം സ്ഥാനവും കൊണ്ട് ഇതാ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പൊ ഗ്രൂപ്പ് എയിലെ ഫൈനൽ സ്റ്റാൻഡിങ് ഇങ്ങനെയാണ്. അർജന്റീന കളിച്ച 3 കളികളും വിജയിച്ച് 9 പോയിന്റോടെ 1ാം സ്ഥാനവും കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. കാനഡ 3 കളികളിൽ നിന്ന് 4 പോയിന്റോടെ 2ാം സ്ഥാനവും കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ചിലിക്ക് 3 കളി 2 പോയിന്റ്, പെറുവിന് 3 കളി 1 പോയിന്റ്. ആ 2 സൗത്ത് അമേരിക്കൻ ടീമുകളും കോപ്പ അമേരിക്കയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.